ഈ മൂന്ന് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക എന്ന വലിയ ദൗത്യമാണ് എനിക്കുള്ളത്. ഹിന്ദി സാഹിത്യത്തിലെ ഭക്തകവി കബീർദാസിനെ കുറിച്ച് പറയുന്നത് ഗാഗർ സാഗർ ഭർണ എന്നതാണ്. ഒരു മുന്തക്കുള്ളിലേക്ക് കടലിനെ ആവാഹിക്കുക. അത്തരത്തിൽ രണ്ട് വരികളിൽ കവിതകളിലൂടെ ആശയങ്ങൾ വളരെ വ്യക്തമായി മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുന്ന പ്രശസ്ത കവിയാണ് അദ്ദേഹം. ഈ മൂന്ന് പുസ്തകങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെടുത്തുക എന്നത് കടലിനെ കൈക്കുമ്പിളിൽ എടുക്കുന്നത് പോലെയാണ് എന്ന് എനിക്കറിയാമെങ്കിലും ഏറെ സന്തോഷത്തോടെ തന്നെയാണ് ഈ പുസ്തകം പരിചയത്തിലേക്ക് ഞാൻ കാണുന്നത്. ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. നിസാ നാസറിന്റെ കവിതാ സമാഹാരം ഉജ്ജ്വല ജനതരംഗ ഏറ്റുവാങ്ങുന്നത് വനിതാ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ദേവിത ഹരിദാസ്. അടുത്ത പുസ്തകം അക്ഷരമാലയുടെ ആനന്ദനഗരം ഏറ്റുവാങ്ങുന്നത് കാവ്യശിക കുടുംബാംഗം കാവ്യസംഗീതികയുടെ നായിക അപർണ അനീഷ്. അക്ഷരമാലയുടെ ആനന്ദനഗരമാണ് പ്രകാശിതമാകുന്നത്. ഏറ്റുവാങ്ങുന്നത് അപർണ അനീഷ്. നന്ദി അപർണ. അടുത്തതായി പ്രണയ പരിണയം ഏറ്റുവാങ്ങുന്നത് കാവ്യശിക ഒഫീഷ്യൽ എഡിറ്റർ അനീഷ് കച്ചേരി. പുസ്തകം പ്രണയ പരിണയം ഏറ്റുവാങ്ങുന്നത് അനീഷ് കച്ചേരി. നന്ദി അനീഷ്. ഇന്ന് മൂന്ന് പുസ്തകങ്ങളാണ് കഥൽ സാഹിത്യ ക്യാമ്പിന്റെ വേദിയിൽ പ്രകാശിതമായിരിക്കുന്നത്. നിസാ നാസർ എന്ന എഴുതിയ ഉജ്ജ്വല ജലധി തരംഗ, അക്ഷരമാലയുടെ ആനന്ദനഗരം, പ്രണയ പരിണായം എന്നിങ്ങനെ മൂന്ന് പുസ്തകങ്ങളാണ് പ്രകാശിതമായിരിക്കുന്നത്. ഉജ്ജ്വല ജലധി തരംഗയും അക്ഷരമാലയുടെ ആനന്ദനഗരവും പ്രണയ പരിണായവും മൂന്ന് തരത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. സുനിൽ പി മതിലകം പ്രസാധകനായ പ്രിന്റ് ഹൗസ് പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പ്രസാധനം നിർവഹിച്ചിരിക്കുന്നത്. ഈ മൂന്ന് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക എന്ന വലിയ ദൗത്യമാണ് എനിക്കുള്ളത്. ഹിന്ദി സാഹിത്യത്തിലെ ഭക്തകവി കബീർദാസിനെ കുറിച്ച് പറയുന്നത് ഗാഗർ സാഗർ ഭർണ എന്നതാണ്. ഒരു മുന്തക്കുള്ളിലേക്ക് കടലിനെ ആവാഹിക്കുക. അത്തരത്തിൽ രണ്ട് വരികളിൽ കവിതകളിലൂടെ ആശയങ്ങൾ വളരെ വ്യക്തമായി മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുന്ന പ്രശസ്ത കവിയാണ് അദ്ദേഹം. ഈ മൂന്ന് പുസ്തകങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെടുത്തുക എന്നത് കടലിനെ കൈക്കുമ്പിളിൽ എടുക്കുന്നത് പോലെയാണ് എന്ന് എനിക്കറിയാമെങ്കിലും ഏറെ സന്തോഷത്തോടെ തന്നെയാണ് ഈ പുസ്തകം പരിചയത്തിലേക്ക് ഞാൻ കാണുന്നത്. ഉജ്ജ്വല ജലതരംഗ എന്ന പുസ്തകത്തിന് 160 രൂപയാണ് വിലയിരുത്തിയിരിക്കുന്നത്. അക്ഷരമാലയുടെ ആനന്ദനഗരം എന്ന പുസ്തകത്തിൽ അക്ഷരമാലയുടെ മുഴുവൻ അക്ഷരങ്ങളെയും എടുത്തുകൊണ്ട് കൃത്യമായി എന്ന കവിത എഴുതി പോകുന്ന ഒരു വളരെ മനോഹരമായ ഒരു ശൈലി നമുക്ക് കാണാനാകുന്നുണ്ട്. പ്രണയ പരിണായം എന്ന പുസ്തകത്തിൽ 40 പ്രണയ കവിതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിസാ നാസർ എന്ന കവയിത്രി നമുക്ക് മുമ്പിലെത്തുന്നു. ഈ മൂന്ന് പുസ്തകങ്ങളിൽ വളരെ മനോഹരമായ 3 അവതാരങ്ങൾ നമുക്ക്
ഒന്ന് വളരെ ശക്തമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാവുണ്ണി മാഷ് തന്നെയാണ്. മറ്റൊന്ന് പ്രിയപ്പെട്ട സുമേഷ് കൃഷ്ണൻ, പ്രശസ്ത കവി സുമേഷ് കൃഷ്ണനാണ് ഒരു പുസ്തകത്തിൽ അവതാരിക എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മൂന്നാമത്തെ പുസ്തകത്തിന് കുഞ്ഞു അബ്ദുള്ള എന്ന കവി കൂടിയാണ് അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ അവതാരകരുടെ വാക്കുകൾ കടലെടുത്താൽ നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീ മനസ്സിന്റെ ദുഃഖങ്ങളെയും വിഷാദത്തെയും വിരഹത്തെയും പ്രണയത്തെയും കുറിച്ച് മാത്രമല്ലാതെ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിലനിൽക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന വ്യക്തമായ ഭാഷ കഴിയുള്ള ഒരു എഴുത്തുകാരിയെ നമുക്ക് കാണാനാകുന്നു. ഇത്തരത്തിൽ കവിത സമൂഹവും വ്യക്തി മനസ്സും തമ്മിലുള്ള അന്തരവും അന്തർസംഘർഷങ്ങളും തന്റെ കവിതകളിലൂടെ പറഞ്ഞു വെക്കാൻ കവിക്ക് സാധിക്കുന്നു എന്നത് നേരിന്റെ നീരിലോടുന്ന നാരായണമാണ് എനിക്ക് ഇഷ്ടമെന്ന് കവി പറയുന്നുണ്ട് തന്റെ ആമുഖ വാക്കുകൾ. ഇത്തരത്തിൽ കവിത കടന്നു പോകുമ്പോൾ നമുക്ക് നിരവധിയായ പുതിയ വാക്കുകൾ അക്ഷരമാലയിലുള്ള വാക്കുകളെ തന്നെ പുതിയ വാക്കുകളെ നമുക്ക് കൃത്യമായി കവി മനസ്സിലാക്കാൻ ധാർമ്മികം, ഭാഗം, ശൗചികം തുടങ്ങി ഉദാഹരണങ്ങൾ നിരവധിയായ വാക്കുകളെ കണ്ടെത്താനും അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു പോകുന്നതിനും കവിയുടെ ഭാഷ നമ്മളെ ഏറെ സഹായിക്കുമെന്ന് കൂടി പറയേണ്ടതുണ്ട്. മറ്റൊന്ന് ഇന്നത്തെ ആധുനിക രാഷ്ട്രീയത്തെ കുറിച്ചും നമ്മുടെ സമൂഹത്തെ കുറിച്ചും കൃത്യമായി പരാമർശിച്ചുകൊണ്ട് തന്നെ കവി പറയുന്നുണ്ട്. ഇതെന്റെ ഇന്ത്യ അസ്തിത്വവേഗം, ഇവിടെ സഹോദരി സഹോദരന്മാർ ഇനിയുമില്ല നിർവചനങ്ങൾ, ഇല്ല വാഴില്ല അഭിവൃദ്ധികളും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗഹനമായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തെ വ്യക്തമായി കവി പറഞ്ഞു വരുന്നുണ്ട്. ഉജ്ജ്വല ജനതി തരംഗ എന്ന കവിതയിലൂടെ താൽപര്യതയുടെ സൗന്ദര്യവും ഉന്മാദത്തിന്റെ അദ്ഭുതങ്ങളും കാട്ടിത്തരുന്ന കവി മനസ്സിനെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കവിതകളിലൂടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഭാര്യ ജീവിതം എന്ന കവിതയിലൂടെ കടന്നു പോകുമ്പോൾ ഭാരതത്തിന് വഴിപ്പെട്ടിൽ ഒരിക്കലും ആത്മാഭിമാനത്താൽ പഠിച്ചു എന്ന ദൃഢനിശ്ചയം വിളംബരം ചെയ്തുകൊണ്ട് സ്ത്രീ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്ന വഴികളും വളരെ വ്യക്തമായി തന്നെ കവി പറഞ്ഞു വരുന്നുണ്ട്. കവിത ലോകത്തിന്റെ ഇരുപുറങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നതാണ് ഈ കവിയുടെ സവിശേഷത എന്ന് നമുക്ക് എടുത്തു കാണിക്കാനാകുന്നു. അച്ഛനില്ലാതായപ്പോൾ അമ്മ പോരാളിയെ പോലെ കുതിച്ചു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കുഞ്ഞും നിറഞ്ഞു നിൽക്കുന്ന വലിയ കഥാലോകത്തിന്റെ അനുഭവത്തെ വ്യക്തമായി തന്നെ കവി പറഞ്ഞിരിക്കുന്നു. ഇവിടെ അമ്മ ഒരു പോരാളിയെ പോലെ കുതിച്ചു തുടങ്ങുന്നത് അച്ഛനില്ലായ്മയിൽ നിന്ന് അനാഥത്വത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് സാധിക്കാത്തതായ ഒന്നുമില്ല, അവൾ എന്നും ഒരു പോരാളി തന്നെയാണ് എന്ന് തിരിച്ചറിവ് മനസ്സിൽ വരുന്ന കവിയെ നമുക്ക് കാണാനാകുന്നു. നിറങ്ങൾ കൊണ്ടോ പുറം കാഴ്ചകൾ കൊണ്ടോ ഒരാൾ വിലയിരുത്തരുത്. അജ്ഞാതമായ ഒരു കലാസൃഷ്ടി പോലെ ആത്മാവിന്റെ നിറവും മറഞ്ഞിരുന്നേക്കാം എന്ന് കവി പാടുമ്പോൾ നമുക്ക് വ്യക്തമായി തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും വർണ്ണഗതിയുടെ അന്ധത ബാധിച്ച സമൂഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഇത്തരത്തിൽ വ്യക്തിയും മനസ്സും തമ്മിലുള്ള അന്തരവും എല്ലാം കവി പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പുസ്തകം വായിച്ച് മടക്കി വെക്കുമ്പോൾ ഇത് എടുത്തു വെച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോകാത്ത പല കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും വരികളെയും മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് കവി നമുക്ക് മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാണ്. ഈ കവിതകളുടെ ഒരു പ്രത്യേകത പറയുമ്പോൾ ഒരു പുസ്തകം മാത്രമാണ് കഥയ്ക്കാകും പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും എന്നാൽ കൃത്യമായ പ്രേരണയിൽ തന്നെ താൻ എഴുതി വച്ചിരിക്കുന്നത് 3 പുസ്തകങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തന്റെ ഭാഷാ ശൈലി കൊണ്ടും ആ ഒരു രചനാ സൗഷ്ഠവം കൊണ്ടും കവിക്ക് സാധിച്ചു എന്നത് തന്നെയാണ് ഈ കഥയ്ക്കാവിനെ ഏറ്റവും മനോജ്ഞമാക്കുന്നത്. ഇത്തരത്തിൽ ഇനിയും നിരവധിയായ കലാസൃഷ്ടികളിലൂടെ നിരവധി എഴുത്തുകാർ മുന്നോട്ട് വരുന്നതിന്റെ പ്രേരണാശക്തിയാകുന്ന തരത്തിൽ കഥയ്ക്കാവ് ഏറെ സാർത്ഥകമായ രൂപത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എഴുത്തുകാരെ നിസാൻ നാസറിന് ഇനിയും കവിതയുടെ വഴികളിൽ ഏറെ ദൂരം സഞ്ചരിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും